الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فسقى لهما ثم تولى إلى الظل فقال رب لما أنزلت إلي من خير فقير സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സംശുദ്ധമായ കുറ്റമറ്റ ജീവിതം നയിക്കുന്ന മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഓതി വെച്ചത് ഒരു മഹാനായ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചകളായി ആ പ്രവാചകനും ആ പ്രവാചകനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുമാണ് നാം ഏറെ ചർച്ച ചെയ്യുകയും ഉണർത്തുകയും നാം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ പ്രവാചകൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കൽ ചെന്നതിന് ശേഷം തുടങ്ങുന്ന ഒരു പിടി ചരിത്രം നമുക്കെല്ലാവർക്കും ഹൃദിസ്ഥമാണ്. എന്നാൽ അതിനു മുമ്പുമുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള കാര്യങ്ങളും. ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു പ്രാർത്ഥനയാണ്, ഒരു ഹൃദയസ്പൃക്കായ പ്രാർത്ഥനയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് എൻ്റെ മുമ്പിലെ വഴി, ഞാൻ എവിടെ എത്തും, ഇങ്ങനെ പല രൂപത്തിലുള്ള വികാരങ്ങളും ചിന്തകളും മനസ്സിൽ വല്ലാതെ അലയടിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോകാവുന്ന ഘട്ടത്തിൽ, അക്ഷമയുടെ അങ്ങേയറ്റത്തേക്ക് പതിക്കാവുന്ന ഒരു ഘട്ടത്തിൽ
ഒരൽപ്പം പോലും അക്ഷമയില്ലാതെ നിരാശയില്ലാതെ തന്നെ സൃഷ്ടിച്ച തൻ്റെ റബ്ബ് ഒരു കാരണവശാലും തന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, ശുഭപ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകളാണ് ആ വാക്കുകൾ. അതിലേക്ക് എത്തുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പ്രാർത്ഥന, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാർത്ഥനകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരിൽ നമുക്ക് പഠിക്കാനുള്ള പാഠവും അവർ അനുഭവിക്കേണ്ടി വന്ന സന്നിഗ്ധ ഘട്ടങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്യുന്നതിന് അവർ സ്വീകരിച്ച മാർഗം എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ ജനിക്കരുത് എന്ന് വിചാരിച്ചു. ഏതൊരു ആൺകുട്ടിയുടെ ജന്മമാണോ തനിക്ക് നാശമായി തീരുക എന്ന് കണ്ടുകൊണ്ട് ആ കുട്ടിയെ ലക്ഷ്യം വെച്ച് പിറന്നു വീഴുന്ന എല്ലാ ആൺകുട്ടികളെയും അർഹുല ചെയ്ത് സമാധാനമടഞ്ഞ് ജീവിക്കുന്ന ഒരു ഭരണാധികാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, ആ കുട്ടി ജനിക്കണം, വളരണം, അതേ വിജയിക്കൂ, അതേ വിജയിച്ചിട്ടുള്ളൂ, ഇനിയും അതേ വിജയിക്കൂ. ആരൊക്കെ എന്ത് തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹു എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കൂ. അള്ളാഹു തീരുമാനിച്ചു ആ കുഞ്ഞ് ജനിക്കാൻ, വളരാൻ. എന്നിട്ട് എന്താണോ ആ കുഞ്ഞ് വളർന്ന് വലുതായിട്ട് അള്ളാഹു ലക്ഷ്യം വെക്കുന്നു അത് നടപ്പിലാക്കാൻ, അതിന് അള്ളാഹു പാകപ്പെടുത്തുകയായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞ് പിറന്നപ്പോൾ ആൺകുട്ടിയായി ഉമ്മക്ക്, മാതാവിന് ഭയം, കൊന്നുകളയും എന്നുള്ളത്. ആ മാതാവിന് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്നു, ആ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് ഒരു പെട്ടിയിലാക്കി ഒഴുക്കി. ഞാൻ പരത്തി പറയുകയല്ല ചരിത്രം. എന്നിട്ട് ആ പെട്ടി, ആ ഏതൊരാളാണോ ഈ കുട്ടിയെ ഭയപ്പെടുന്നത് അയാളുടെ കൊട്ടാരത്തിൽ തന്നെ അല്ലാഹു വളർത്തി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സാധാരണ എല്ലാവരും ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കും ഓരോന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കുറെ പേരെ കൊന്നൊടുക്കിയാൽ എല്ലാം ആകുമെന്ന് വിചാരിക്കും. അങ്ങനൊക്കെ ഇപ്പോഴും ചെയ്തു കൂട്ടുന്നില്ലേ പലതും. അപ്പൊ അതൊക്കെ അവരുടെ ധാരണയാണ്. അതിനെ അതിജയിക്കാൻ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴി അവൻ തന്നെ കാണിക്കും. അപ്പൊ ഈ കുഞ്ഞ് ഇങ്ങനെ ഒഴുക്കി വിട്ടാൽ ഉണ്ടാകാവുന്ന പ്രയാസം മനസ്സിലാക്കിയിട്ട് ഈ കുഞ്ഞിന്റെ സഹോദരിയോട് തന്നെ ആ കുഞ്ഞെങ്ങോട്ടാണ് പോകുന്നത്, ആ പെട്ടി ഒഴുകി പോകുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി പിന്നാലെ അയക്കുന്നതും, അങ്ങനെ കൊട്ടാരത്തിൽ എത്തിയെന്നും, കൊട്ടാരത്തിൽ എത്തിയതിന് ശേഷം ചെറിയ കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ പാല് കൊടുക്കണം, അതിനിഷ്ടപ്പെടുന്ന ആരുടെയെങ്കിലും പാല് കിട്ടണം, മുലപ്പാല്. അതിനുവേണ്ടി വിളംബരം ചെയ്തു, കൊട്ടാരത്തിലെ കുഞ്ഞിന് മുലപ്പാല് കൊടുത്താൽ ഇന്ന സമ്മാനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. എല്ലാരും പാഞ്ഞെത്തി. ഒരൊറ്റ സ്ത്രീയുടെയും മുലപ്പാൽ ആ കുഞ്ഞു കുടിച്ചില്ല. ഇത് മനസ്സിലാക്കിയ സഹോദരി നേരെ ഉമ്മയുടെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, നല്ല ഒരു ചാൻസ് ആണ്, ബാ കൊട്ടാരത്തിലേക്ക്. ഇങ്ങനെയാണ് അവസ്ഥ. അങ്ങനെ ആ കുഞ്ഞ് ആ ഉമ്മയുടെ മുലപ്പാല് തന്നെ കുടിച്ചു വളരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം. ആരൊക്കെ എന്ത് തലകുത്തി പറഞ്ഞാലും ഒന്നും നടക്കാൻ പോണില്ല. പടച്ചവൻ എന്ത് തീരുമാനിച്ചു അതേ നടന്നു പോകും. അപ്പൊ അങ്ങനെ അത് വളരുകയാണ്. ബാക്കി ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. വളർന്ന് വലുതായി ആ കൊട്ടാരത്തിലെ കുഞ്ഞായിട്ട് ചെറുപ്പമായി അങ്ങനെ വളർന്നു വന്നതിനിടയിൽ ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടണത്തിലേക്ക് ഇറങ്ങി. പട്ടണത്തിലേക്ക് ഇറങ്ങല് കുറവാ, കൊട്ടാര കുഞ്ഞല്ലേ. അങ്ങനെ പട്ടണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരരുതാത്ത കാഴ്ച അദ്ദേഹത്തിന്റെ കണ്ണിൽ കണ്ടു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ജനതയിൽപ്പെട്ട ഒരാളും അദ്ദേഹത്തിന്റെ പ്രതിയോഗികളിൽപ്പെട്ട, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ മൂസാ നബിയുടെ അനുയായികൾ ബനു ഇസ്രായേൽക്കാരും ഫിറഔന്റെ അനുയായികൾ ഖിബ്തികളുമാണ് എന്ന് നാം പറഞ്ഞു. അപ്പൊ ഖിബ്തികളിൽപ്പെട്ട ഒരാളും ബനു ഇസ്രായേലിൽപ്പെട്ട ഒരാളും തമ്മിൽ ശണ്ട കൂടുന്നു. ഈ ശണ്ട കൂടുന്നതിനിടയിൽ ഒരുത്തൻ വിളിക്കുകയാണ് മൂസാ നബിയെ കണ്ട ഉടനെ സഹായത്തിന് വേണ്ടി. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട, ഖുർആൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്,
തന്നിൽ തന്റെ കക്ഷിയിൽപ്പെട്ട ആൾ തന്റെ ശത്രുവിൽപ്പെട്ട ആൾക്കെതിരെ സഹായിക്കണേ എന്ന് ആവശ്യപ്പെടുന്നു, സഹായം തേടുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായിച്ചു. എന്താ ചെയ്തെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഷ്ടി ചുരുട്ടി ഒന്ന് കൊടുത്തു. അയാളുടെ കഥ കഴിഞ്ഞു. അതിനു വേണ്ടി ചെയ്തതല്ല, പക്ഷെ സംഭവിച്ചു, കഥ കഴിഞ്ഞു. ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഫഖളാ അലൈഹി. ഉടനെ മൂസാ നബി പറഞ്ഞു, ഹാദാ മിൻ അമലി ശൈത്താൻ, ഇത് പിശാചിന്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. ഫഇന്നഹു അദുവ്വുൻ മുളില്ലും മുബീൻ, അവൻ എല്ലാത്തിനെയും പിഴപ്പിച്ചു കളയുന്ന പ്രത്യക്ഷ ശത്രുവാകുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി നീ ലലംതു നഫ്സി ഫഗ്ഫിർലി, റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് നീ പുറത്തുതാ. ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തുതാ. ഫഗഫറ ലഹു, പുറത്തു കൊടുത്തു അള്ളാഹു. കാരണം അള്ളാഹു ഗഫൂറുൻ റഹീമുമാണ്. തെറ്റ് ചെയ്യുന്നവന്റെ തെറ്റ് പൊറുക്കാൻ കാത്തിരിക്കുന്നവനാണ് അള്ളാഹു. പുറത്തു കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഓഫറും കൂടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തു. റബ്ബി ബിമാ അൻഅംത ഇലയ്യ ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, നീ എനിക്ക് ഇങ്ങനെ അനുഗ്രഹം ചെയ്തത് നിമിത്തം, ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ എനിക്ക് ചെയ്ത നിമിത്തം ഒരു കാരണവശാലും കുറ്റവാളികളെ സഹായിക്കുന്നവനായി ഇനി ഞാൻ മാറില്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു. അങ്ങനെ ജാഗ്രതയോടെ ഭയപ്പാടോടെ ഒരു സംഭവം സംഭവിച്ചു പോയി, എന്തും ഉണ്ടാകാം. അങ്ങനെ കഴിച്ചുകൂട്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിറ്റേ ദിവസമായി പട്ടണത്തിലൂടെ വരുമ്പോൾ ഇത് തന്നെ അവസ്ഥ. ഇന്നലെ ശണ്ട ഉണ്ടാക്കിയ അവന്റെ പണി അത് തന്നെയാ. ഇന്നലെ ശണ്ട ഉണ്ടാക്കിയ തന്റെ ജനതയിൽപ്പെട്ടവൻ വീണ്ടും വേറൊരുത്തനുമായി ശണ്ട കൂടുന്നു. അങ്ങനെ ശണ്ട കൂടുന്ന കണ്ടപ്പോൾ ഇവൻ സഹായത്തിന് ക്ഷണിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവനോട് പറഞ്ഞു, ഇന്നലെ രക്ഷപ്പെടുത്തിയവനോട് പറഞ്ഞു, ഇന്നക ലഗവിയ്യും മുബീൻ, നീ മഹാ വ്യക്തമായ സുവ്യക്തമായ സ്പഷ്ടമായ ദുർമാർഗിയാണല്ലോ നീ, നിനക്ക് ഇത് തന്നെയാണല്ലോ പണി എന്നുള്ള അർത്ഥത്തിൽ മൂസാ നബി പ്രതിവചിച്ചു. പക്ഷേ തന്റെ ജനതയിൽപ്പെട്ട ഒരാളും വേറൊരാളും ശത്രുതയിൽപ്പെട്ട ഒരാളും തമ്മിൽ ശണ്ട കൂടുമ്പോൾ പിടിച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോട്, കൊല്ലാൻ വേണ്ടിയൊന്നും ചെന്നതല്ല, ലക്ഷ്യത്തോടു കൂടി ഖുർആൻ പ്രയോഗം തന്നെ അതാണ്. രണ്ടാളുടെയും ശത്രുവായി ഗണിക്കപ്പെടുന്ന ആളിനെ പിടിക്കാൻ വേണ്ടിയിട്ട് മൂസാ നബി ചെന്നപ്പോൾ അവനൊരു ചോദ്യം ചോദിച്ചു. യാ മൂസ അതുരീദു അൻ തഖ്തുലനി കമാ ഖതൽത നഫ്സൻ ബിൽ അംസ്, ഇന്നലെ നീ ഒരുത്തനെ കൊന്നതുപോലെ എന്നെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? ആ സംസാരത്തിൽ നിന്ന് ഇന്നലെ നടന്ന കൊലപാതകം മൂസാ നബിയിലൂടെ ഉണ്ടായതാണ് എന്നുള്ള വാർത്ത പ്രചരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം കുറെ വാക്ക് പറഞ്ഞു. ഇല്ല അന്തക്കൂന ജബ്ബാറൻ, നീ ഒരു പോക്കിരിയാകാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. വമാ തുരീദു അൻ തകൂന മിനൽ മുസ്ലിഹീൻ, നീ നന്മ ചെയ്യുന്നവരാകാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഏതായാലും ആ പ്രചരണം ഉണ്ടായി. കൊട്ടാരത്തിൽ ഗൂഢാലോചന തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അനുകമ്പയുള്ള ദയയുള്ള മൂസാ നബിയെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള ഒരാളാ കൊട്ടാരത്തിൽ, ഖിബ്തി വംശജനായ ഒരാളാ കൊട്ടാരത്തിലുണ്ട്. മദീന, ആ മനുഷ്യൻ ആ പട്ടണത്തിന്റെ അറ്റത്ത് നിന്ന് ഓടി വന്നിട്ട് മൂസാ നബിയോട് പറഞ്ഞു, മൂസാ ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ, നീ ഇവിടെ നിന്നുകൂടാ, കൊട്ടാരത്തിൽ നല്ല ഗൂഢാലോചന നടക്കുന്നുണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടി, ഞാൻ നിനക്ക് ഗുണകാംക്ഷിയായിട്ട് പറയുന്ന, പൊയ്ക്കോ ഇവിടെ. അങ്ങനെ പുറപ്പെടുകയാണ്. ആ പുറപ്പാടിലാണ് ഈ പ്രാർത്ഥനയൊക്കെ വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അത്ര ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ ആ പശ്ചാത്തലം ഇതാണ്. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ടൊന്നില്ലാതെ നടക്കുകയാണ്. നടന്നെത്തുന്നത് ഏത് കാര്യത്തിനും അള്ളാഹു ഒരു നിമിത്തം നിശ്ചയിച്ചിട്ടുണ്ടാകും, നമുക്കറിയാൻ കഴിയില്ല. നമ്മൾ എത്ര ആലോചിച്ചാലും ഉറ്റാലോചിച്ചാലും ഒന്നും അങ്ങോട്ട് നമ്മൾ ആരും എത്തൂല. അള്ളാഹു ഒരു നിമിത്തം ഏത് കാര്യത്തിനും കണ്ടുവച്ചിട്ടുണ്ടാവും. ഏത് പ്രശ്നത്തിനും, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും ഒരു നിമിത്തം, ഒരു പരിഹാരം അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ടാകും. ആ പരിഹാരത്തിലേക്ക് നമ്മൾ നടന്നെടുക്കേണ്ടി വരും, സമയം പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കൂ നിങ്ങൾ, ലക്ഷ്യമില്ലാതെ നടന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം നടന്നു. ഭക്ഷണമില്ല, വഴിയറിയില്ല, എങ്ങോട്ട് പോകുന്നതെന്നറിയില്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ജലാശയവും അവിടെ കുറെ മനുഷ്യന്മാരും
കുറെ ആടുകളും ഇതൊക്കെ കൂടി കാണുകയാണ്. ആ പ്രദേശത്തിന്റെ പേര് മദിയൻ എന്നാണ് ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മദീനിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഷുഐബ് നബി തന്നെയാണോ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള രൂപവ്യക്തി, മൂസാ നബിയെ സംരക്ഷിക്കാനുള്ള രൂപവ്യക്തി, അതാ വേറെ വല്ലതാണോ? പല അഭിപ്രായ വ്യത്യാസങ്ങളും ചരിത്രകാരന്മാർക്കിടയിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഷുഐബ് നബി എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ പോകുന്ന ചരിത്രകാരന്മാരും മുഫസ്സിറുകളുമുണ്ട്. ആ രൂപത്തിലാണ് ഞാനത് പരാമർശിക്കുന്നത്. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മദീനയിലേക്കാണ് അദ്ദേഹം എത്തിപ്പെട്ടത്. പക്ഷെ അത് അറിയില്ല അദ്ദേഹത്തിന്. ഈ ജനത്തെ കണ്ടു, എന്താണെന്ന് അന്വേഷിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായ ഒരു ജലാശയം, കുറെ ആളുകള് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ള ജലാശയമാണ്, അവർ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി. പക്ഷെ അതല്ല. അവിടെ രണ്ട് സ്ത്രീകൾ ദൂരെ മാറി കുറെ ആടുകളെ തടുത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കണ്ണിൽപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചെന്ന് ചോദിച്ചു, മാ ഖത്ബുകുമാ, അവരൊക്കെ ആടുകൾക്ക് വെള്ളം കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുക? നിങ്ങൾക്ക് എന്താ പ്രശ്നം? മാ ഖത്ബുകുമാ. അപ്പൊ അവർ രണ്ടാളും പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ലാ നുസ്ഖി ഹത്താ യുസ്ദിറ റിആ വ അബൂനാ ശൈഖുൻ കബീർ. രണ്ട് വാചകത്തിൽ എല്ലാ കാര്യവും പറഞ്ഞു. ആ ആണുങ്ങൾ മുഴുവനും ആടുകൾക്ക് വെള്ളം കൊടുത്ത് തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. ഉന്താനും തള്ളാനും തിരക്കാനും ഞങ്ങളില്ല. ഞങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളുടെ സ്ഥിരം സ്വഭാവം ഇതാണ്. അവർ കുടിപ്പിച്ചു കഴിഞ്ഞ് അവരുടെ മൃഗങ്ങളുമായി ആടുകളുമായി പോയി കഴിയുമ്പോൾ ഞങ്ങൾ പോയി കുടിപ്പിക്കും. കാരണം ഞങ്ങൾക്ക് വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങളുടെ പിതാവ് ശൈഖുൻ കബീറാണ്, അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ഒരു വയസ്സായ ആളാണ് ഞങ്ങളുടെ പിതാവ്. ഇത്ര അവർ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ ഫസഖാലഹുമാ, അവർ രണ്ടാളുടെയും ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് അവര് പോയി. എന്നിട്ട് സുമ്മത്ത വല്ലാ ഇലൽ ദില്ലി, ഇതാണ് ഞാൻ ഓതി വെച്ച വചനം. സുമ്മത്ത വല്ലാ ഇലൽ ദില്ലി, പിന്നെ ആ തണലിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറിയിരുന്നു. എന്നിട്ട് ഫഖാല, മൂസാ നബി പ്രാർത്ഥിച്ചു, റബ്ബി, എന്റെ രക്ഷിതാവേ, ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഈ സന്ദർഭത്തിൽ എനിക്ക് നീ ഇറക്കി തരുന്ന ഏത് നന്മയ്ക്കും ഞാൻ ആവശ്യക്കാരനാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ഏത് നല്ല കാര്യവും എനിക്കിപ്പോ അത്യാവശ്യമാണ്. ആ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോഴുള്ളത് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് ഹൃദയസ്പൃക്കായി ഹൃദയം തട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. തന്റെ മനസ്സ് തുറക്കുകയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു വഴിയില്ല. കുറെ നടന്നലച്ച് വന്നിട്ട് കുറച്ച് ആൾക്കാരെ കണ്ടു, ഇതാണ് അവസ്ഥ, അവരും പോയി. ഇനി എന്റെ മുമ്പിൽ ആരുമില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അതാണ് നിന്നിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഈ സമയത്ത് നിന്റെ എന്ത് നന്മയാണോ ഉള്ളത് അതിന് ഞാൻ ആവശ്യക്കാരനാണ്. അള്ളാഹു ആ പ്രാർത്ഥന കേട്ടു. ഇതാണ് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളിന്റെ ഹൃദയം തട്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു തള്ളൂല. അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ആ പ്രാർത്ഥന, വേറെ ആരോടും ആയിക്കൂടാ, ഇടയാളന്മാരുണ്ടായിക്കൂടാ. കാരണം അള്ളാഹുവിന് മാത്രമേ ആ കഴിവുള്ളൂ, വേറെ ആർക്കുമില്ല ആ കഴിവ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് അങ്ങട് കാര്യം പറയുക തന്നെ, വേറെ ഒന്നും ചെയ്യാനില്ല. അതാ പറഞ്ഞത്, ഏറ്റവും നല്ലത് ഏതാണോ എനിക്കിപ്പോൾ, ആ നല്ല കാര്യത്തിന് ഞാൻ ആവശ്യക്കാരനാണ്, റബ്ബേ സഹായിക്കണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ആ പ്രാർത്ഥനയും കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ആശയറ്റ് നിൽക്കുകയാണ്. അവരും പോയി, എല്ലാവരും പോയി, താൻ സഹായിച്ച പെണ്ണുങ്ങളും പോയി, എല്ലാവരും പോയി. അവിടെ ആരുമില്ല, താൻ മാത്രമേ ഉള്ളൂ. ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വഴിയറിയാതെ എന്ന് പറയാം. ആ നിലയിൽ നിൽക്കുമ്പോഴതാ ആ പോയ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ഖുർആൻ പറയുന്ന രംഗമുണ്ട്, ഫജാഅത്തുഹു യഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാഇൻ ഖാല ഇന്ന അബി യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. ദാ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് മൂസാ നബിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ലജ്ജയോടെ. മാന്യതയുള്ള സ്ത്രീയാണ്, മാന്യതയുള്ള പെൺകുട്ടിയാണ്.
അങ്ങേറ്റത്തെ ലജ്ജയോടെ മൂസാ നബി അടുക്കൽ വന്നിട്ട് പറഞ്ഞു. കാരണം ഇവര് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഈ സംഭവം. അത് തന്നെ കാരണം സാധാരണ എല്ലാ പുരുഷന്മാരും ആടുകൾക്ക് വെള്ളം കൊടുത്ത് കഴിഞ്ഞ് സമയം ഏറെ വൈകി എത്തുന്ന ആൾക്കാർ നേരത്തെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ആ ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞങ്ങളെ സഹായിച്ചു, ആരാണ്, എവിടുത്തുകാരനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടാകും, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാകും ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ലജ്ജയോടെ വന്നു എന്ന് പറഞ്ഞു. നിങ്ങളെ വാപ്പ വിളിക്കുന്നു, ഇന്ന അബീ യദ്ഉക്, എന്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നു. എന്തിന്? ലിയജ്സിയക അജ്റമാ സഖൈത ലനാ, ഞങ്ങൾക്ക് ഈ കാലികൾക്ക്, ഈ ആടുകൾക്ക് നീ വെള്ളം കുടിപ്പിച്ചതിന്റെ കൂലി തരാൻ വേണ്ടി, പ്രതിഫലം തരാൻ വേണ്ടി എന്റെ ഉപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവിടെ ചെന്ന് ചോദിച്ചു, നീ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വരുന്നു, വിഷയം അന്വേഷിച്ചു. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ്, മുഴുവൻ ചരിത്രവും പറഞ്ഞു. ജനനം മുതൽ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ട ദുരവസ്ഥ വരെ എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷുഐബ് നബിയോട് പറഞ്ഞു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റ വാക്കിൽ സമാശ്വാസം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന്റെ മനസ്സ് നിറയെ ഇറക്കി വെക്കാനുള്ള ഭാണ്ഡമുണ്ട്. പ്രയാസങ്ങളുടെ, ദുഃഖങ്ങളുടെ, വേദനകളുടെ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന, ആ മനസ്സ് നിറയെ കൊണ്ട് നടക്കുന്ന ആ കാര്യങ്ങൾ ഒരു മനുഷ്യനോടൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. ആരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ നിന്ന് എന്തോ ഒന്ന് പെയ്തൊഴിഞ്ഞ ഒരവസ്ഥയാണ്. ഇത് തന്നെ മൂസാ നബിക്കും കിട്ടിയത്. കേട്ട ഉടനെ ഒരു സമാശ്വാസത്തിന്റെ വാക്ക്. എന്താണത്? ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ, പേടിക്കണ്ട, നീ അക്രമകാരികളായ ആളുകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ ആശ്വാസവാക്കും കൂടെ കേട്ടപ്പോൾ മൂസാ നബിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. ആ സന്തോഷത്തിന് പുറമെ ഇനി മറ്റൊരു സന്തോഷവും കൂടി ആ പിതാവ് പറയുകയാണ് മൂസാ നബിയോട്. എന്താ പറയുന്നതെന്നറിയോ? കാലത്തെ ഹിതാമ. അതിനിടയിൽ, ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, യാ അബത്തി, പ്രിയ ഉപ്പ, പൊന്നാര ഉപ്പ, ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഇവിടെ മുഫസ്സിറുകൾ ഒരുപാട് വിശദീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ആശയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഈ ചെറിയ വചനം. എന്താ പെൺകുട്ടി പറഞ്ഞത്? പിതാവേ, ഉപ്പ, പുന്നാര വാപ്പ, ഇസ്തഅ്ജിർഹു, അദ്ദേഹത്തെ കൂലിക്ക് നിർത്തിവിടെ, കൂലിക്കാരനായിട്ട് നിർത്തിവിടെ അദ്ദേഹത്തെ. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ, ആരെയാണോ നിങ്ങൾ കൂലിക്ക് വേണ്ടി നിർത്തുന്നത് അവൻ ശക്തനാണ്, പ്രബലനാണ്, വിശ്വസ്തനാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് മൂസാ നബിയുടെ ക്വാളിറ്റി എന്താണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയും. ഒരാളെ ഒരു സ്ഥാപനത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ച് നിർത്തണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആ എടുത്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കഥ കേൾക്കലല്ല നമുക്കുള്ളത്. രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളത്. ഒന്ന്, ഒരു ജോലി ചെയ്യാൻ തയ്യാറാകുന്നവൻ അതിന് കഴിവുള്ളവനാകണം, ശക്തനാകണം. രണ്ട്, അവൻ വിശ്വസ്തനാകണം. ഇത് രണ്ടും ഈ മനുഷ്യനിലുണ്ട്. അതുകൊണ്ട് ജോലിക്ക് നിർത്തിക്കോ എന്ന് ഉപ്പാനോട് മകള് പറയുക. തന്നെയുമല്ല, ആ വിശ്വസ്തതയ്ക്ക് വേറൊരു രംഗവും കൂടിയുണ്ട്. എന്താണത്? എത്രയോ സമയം ഇവർ രണ്ടുപേരും മുന്നിലും പിന്നിലുമായി നടന്നിട്ടുണ്ടാകും. ഒരു പുരുഷനും ഒരു സ്ത്രീ. ആ സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ പെരുമാറ്റവും സമീപനവും കൃത്യമായി പെണ്ണ് തൊട്ടറിയുകയാണ്, നേരിട്ടറിയുകയാണ്. ആ അറിഞ്ഞ കാര്യം പറയാൻ ഇയാളെ പോലെ വിശ്വസ്തം വേറെ ഇല്ല. അതൊക്കെ ഇന്നത്തെ കാലവുമായി ബന്ധിപ്പിച്ചു നോക്കിയ ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, സമയം കിട്ടൂല. ഇതാണ് ഇത് ഞാൻ പറഞ്ഞു. നമ്മൾ തിരിയേണ്ടത് മൂസാ നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ, ഇങ്ങനെ ചരിത്രം നമ്മൾ ഒരുപാട് കേൾക്കും, അതങ്ങോട്ട് പോകും. പോരാ, ചരിത്രം എന്തിനാ? പാഠം ഉൾക്കൊള്ളാനാണ്. പിന്നിൽ വരുന്നവർക്ക് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനുമാണ്. അതുകൊണ്ടാണല്ലോ പലരും മുമ്പ് വന്ന നല്ല ചരിത്രങ്ങളൊക്കെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്.
കാരണം അത് മുന്നു വന്ന പിന്നിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതല്ല വേണ്ട ചരിത്രം. അത് ഏത് രൂപത്തിലായിരുന്നാലും ശരി, ഒരു ആരുടെയെങ്കിലും പേരിനെ പരാമർശിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, ആ പേര് പോലും, ഒരു മറുപേര് പോലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്ന. അതുകൊണ്ട് ആ ചരിത്രത്തെ ഭയപ്പെടുന്നു പലരും. ചരിത്രത്തെ ഭയപ്പെടാൻ കാരണം ഇതാ, ചരിത്രത്തിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളാനുള്ളത്. എന്നിട്ടാണ് മുന്നോട്ട് കുതിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അത് തകർക്കണം, തമസ്കരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ആകട്ടെ, അത് തിരിച്ചറിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഈ പിതാവ് പറയുകയാണ്, അങ്ങനെ കൂലിക്കാരനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് 2 പെൺമക്കളുണ്ട്. 2-ൽ-1 ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. നോക്കൂ നിങ്ങൾ, എങ്ങോട്ടാണ് ഈ ചരിത്രം പോകുന്നത് എന്ന്, എങ്ങോട്ടാണ് അള്ളാഹു പ്രതീക്ഷ നൽകുന്നത് എന്ന്, എങ്ങോട്ടാണ് സഹായം നൽകുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്ക്. ഇതിലൊക്കെ ഒരുപാട് പാഠമുണ്ട്. അപ്പം 1 ഞാൻ വിവാഹം കഴിച്ചു തരാം, പക്ഷേ ഒരു നിബന്ധന, 8 വർഷം എനിക്ക് ആടിനെ മേയ്ക്കണം. അതാണ് മഹർ. 8 വർഷം. ആ 8 10 ആകുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം. ഈ നിബന്ധനയിൽ എൻ്റെ ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്തു തരാം. അങ്ങനെ എവിടെ നിന്നോ വന്ന കാര്യങ്ങൾ, കഥകൾ കേട്ട, ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന എന്ന് മാത്രം അറിഞ്ഞ ഈ വിശ്വസ്തതയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വേള ശുഐബ് നബി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിച്ച ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരാനിരിക്കുന്ന എന്തോ കാര്യമൊക്കെ അദ്ദേഹവും കണ്ടിട്ടുണ്ടാകാം, നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു മകളെ ഞാൻ വിവാഹം ചെയ്തു തരാം എന്ന് പറയുന്നു. 8 വർഷം അല്ലെങ്കിൽ 10 വർഷം ഇവിടെ ആടിനെ മേയ്ക്കണം എന്ന നിബന്ധനയിൽ അങ്ങനെ വിവാഹം കഴിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹിതനായി. ഇതൊന്നും ആ ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലില്ല. ഇതിലൊക്കെ അള്ളാഹു ഓരോ വഴികൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ വഴികൾ തന്നെയാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത എന്ന് പ്രാർത്ഥിച്ച അത് തന്നെയാണ്. നിന്നിൽ നിന്ന് ഏറ്റവും നല്ല കാര്യത്തിന് ഞാൻ ഏറ്റവും ആവശ്യക്കാരനാണ്, റബ്ബെ സഹായിക്കണേ എന്ന് പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ പോക്കാണ് നമ്മൾ ഈ കാണുന്നത്. അള്ളാഹു തുറന്നു കൊടുത്ത വാതിലുകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്നിട്ട് അങ്ങനെ വിവാഹം കഴിച്ചു. അത് 8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അത് പറയുന്നുണ്ട് ആ നിബന്ധനയിൽ. ആ സൂറത്തിൽ ഖസസിലാണ് ഈ സംഭവം മുഴുവൻ വിശദീകരിക്കുന്നത്. അവിടെ പറയുന്നുണ്ട് കൃത്യമായി, അയ്യമൽ അജലൈനി ഖളൈതു, എനിക്ക് നിശ്ചയിച്ച 2 അവധികളിൽ ഏത് അവധിയാണോ ഞാൻ പൂർത്തിയാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്നോട് ശത്രുത കാണിക്കരുത്. ഞാൻ ചിലപ്പോൾ 8 വർഷം കഴിയുമ്പോൾ പോയെന്നിരിക്കും, എന്നോടൊന്നും തോന്നരുത് എന്നർത്ഥം. അങ്ങനെ ഒരു നിബന്ധനയിൽ രണ്ടാളും എത്തി. ആ 8 ആകട്ടെ 10 ആകട്ടെ, ആ വർഷങ്ങൾ, ആ നിശ്ചിത കാലം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇനി കുടുംബത്തെയും കൊണ്ട് പുറപ്പെടുകയാണ് അവിടെ നിന്ന്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുടുംബത്തെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ്. തിരിച്ചു പോവുകയാണ്. പക്ഷെ വഴികളൊന്നും വല്ലാതെ അറിഞ്ഞുകൂടാ. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ നടക്കുകയാണ്. നടന്ന് ഏതാണ്ട് രാത്രിയോടടുത്ത സമയം. ആ സമയത്ത് ദൂരെ ഒരു തീ കാണുന്നു, ഒരു വെളിച്ചം. സ്വാഭാവികമായിട്ടും രാത്രിയിൽ വഴിയറിയാതെ നടക്കുന്ന ഒരാളിന് എവിടെങ്കിലും ഒരു ചെറിയ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം കിട്ടിയാൽ തന്നെയും ഒരു അസമാധാനമാണ്. എന്നതുപോലെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ഇവരോട് പറഞ്ഞു, ഒപ്പമുള്ളവരോട് പറഞ്ഞു, കുസു ലിയഹ്ലി, കുടുംബക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ അവിടെ തീ കാണുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മൾ വഴി അറിയാതെ വിഷമിക്കുകയാണ്, അവിടെ ആരെങ്കിലും കാണും, അപ്പൊ അവരോട് വിവരം അന്വേഷിച്ച് നിങ്ങൾക്കൊരു വിവരവുമായി ഞാൻ വരാം. അതല്ലെങ്കിൽ നല്ല തണുപ്പാണ്, ഇരുട്ടാണ്, ഈ സമയത്ത് ആ ഇത്തിരി വെളിച്ചം അവിടെ നിന്ന് കത്തിച്ചോണ്ട് വന്നാൽ നിങ്ങൾക്ക് തീ കായുകയും ചെയ്യാലോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, നിങ്ങൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു പോയി. ആ പോക്കാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. നോക്കുങ്ങൾ, ആ പോക്കാണ് മൂസാ നബി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലെത്തി. എന്നിട്ട് ഖുർആൻ വ്യക്തമായി പറയുന്നു, ഫലമ്മാ അതാഹാ നൂദിയ മിൻ ഷാത്തിഇൽ വാദിൽ ഐമനി ഫിൽ ബുഖഅത്തിൽ മുബാറക മിനശ് ഷജറ അയ്യാ മൂസാ
ഇന്നി അന റബ്ബുൽ ആലമീൻ. ഇതാണ് കേൾക്കുന്നത്. ആ വെളിച്ചം കണ്ട ഭാഗത്തിയത് തൂർ സീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ അവിടെ ഒരു വൃക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒച്ച കേൾക്കുന്നത്. ആ വൃക്ഷവും അതുപോലെ സീനാ പർവ്വതവും ഒക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയ കാര്യങ്ങളാണ്, നമുക്കറിയാം. അങ്ങനെ അവിടെ നിന്ന് കേട്ട വാക്യതാണ് ഇന്നി അന അയ്യാ മൂസ, മൂസ ഇന്നി അന റബ്ബുൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനാണ്. മൂസേ എന്ന് വിളിച്ചുകൊണ്ട് റിസാലത്തിലേക്ക് പോവുകയാണ്, പ്രവാചകത്വത്തിലേക്ക് പോവുകയാണ്. പിന്നത്തെ സംഭവമൊക്കെ ഒരുപാട് നമുക്കറിയാം. ആ പ്രവാചകത്വം ഏറ്റുവാങ്ങുന്ന രംഗവും അങ്ങോട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതും ഇങ്ങോട്ട് അള്ളാഹു മറുപടി പറയുന്നതും ഹാറൂൻ നബിയെ സഹായിയായി നിയോഗിക്കുന്നതും രണ്ടാളും കൂടി ഫറോവയുടെ അടുക്കൽ എത്തുന്നതും നിങ്ങൾ ബനു ഇസ്രായേൽക്കാരെ വിട്ടുതരിക, നിന്റെ റബ്ബിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നതും പിന്നെ തുടങ്ങിയ സംഭവങ്ങളും അവസാനം കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫിറഔൻ നൈൽ നദി ചെങ്കടലിൽ മുക്കി കൊല്ലപ്പെടുന്നതുമായി ചരിത്രം എത്തുന്നത് അവിടെയാണ്. ഒരൊറ്റ പ്രാർത്ഥന. നിങ്ങൾ നോക്ക്, ആശയറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേയറ്റം ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ റബ്ബി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പ്രിയമുള്ളവരെ, നമുക്കും ജീവിതത്തിൽ ഇങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങൾ ഉണ്ടാകും. ഈ സന്നിഗ്ധ ഘട്ടങ്ങളൊക്കെ അതിജയിച്ചാണ് പ്രവാചകന്മാർ മുഴുവൻ വന്നത്. നിങ്ങൾ നോക്ക്, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ചരിത്രത്തിൽ 2 സന്ദർഭങ്ങളിൽ ഫസബ്റുൻ ജമീൽ എന്ന് യാക്കൂബ് നബി പറയുന്നത് കാണാം. അതും വലിയ ചരിത്രമാണ്, അതിലേക്ക് ഞാൻ പോവുകയല്ല. യൂസുഫ് നബിയെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടിട്ട് ചെന്നായ പിടിച്ചു തിന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വ്യാജ രക്തം ഷർട്ടിൽ പുരട്ടി കൊണ്ടുവന്ന് മുന്നിൽ തെളിവിന് വെച്ചപ്പോൾ അപ്പോഴും പറഞ്ഞ വാക്യത ഫസബ്റുൻ ജമീൽ, നന്നായി ക്ഷമിക്കുക തന്നെ. വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നതിനൊക്കെ ഞാൻ സഹായം അഭ്യർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ബെന്യാമീനെ കൊണ്ടുപോയി, അതും നഷ്ടപ്പെട്ട് തിരിച്ചു എന്ന് പറഞ്ഞപ്പോഴും അതേ വാക്ക് ഫസബ്റുൻ ജമീൽ. പിന്നൊരു വാക്ക് പറഞ്ഞു അസല്ലാഹു അൻ യഅ്തിയനി ബിക്കും ജമീഅ, ഞാൻ ഇപ്പോഴും നിരാശപ്പെട്ടിട്ടില്ല, ഇവരെല്ലാം അള്ളാഹു എന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നേക്കാം. കൊണ്ടുവന്നില്ലേ? യൂസുഫ് നബി രാജാവായി ഈജിപ്തിലെ ഭരണാധികാരിയായി മുന്നിലെത്തി. ബെന്യാമീനെ കിട്ടിയില്ലേ? കിട്ടി. ഇതൊക്കെയാണ് ചരിത്രം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഇവിടെ ഒക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട സ്വഭാവം ഇതാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അങ്ങേയറ്റത്തെ ശുഭപ്രതീക്ഷ. ഒരിക്കലും നിരാശ നമുക്കൊന്നും നേടിത്തരൂല. നിരാശ ഉണ്ടായാൽ നിരാശപ്പെട്ട് തീരുകയേ ഉള്ളൂ, കത്തിത്തീരും. പ്രതീക്ഷയുണ്ടെങ്കിലോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വെറും കഥ മാത്രം കേൾക്കാതെ അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ക്ഷമ അവലംബിച്ച് ശുഭപ്രതീക്ഷയോടെ പ്രാർത്ഥനാ നിർഭരമായി ഹൃദയസ്പൃക്കായ പ്രാർത്ഥനയോടെ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹു കൈവിടുകയേയില്ല എന്നുള്ള ശക്തമായ വിശ്വാസം നമ്മൾ രൂഢമൂലമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വിശ്വാസികളുടെ ഗണത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് അവസാനത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസമാണ് നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തത്. നമുക്കറിയാമോ, ഇപ്പോൾ നാം കാണുന്നത് അടുത്ത 2026 ഹജ്ജ് കർമ്മത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. ഞാനിത് പറയുന്നത് ഈ ജൂൺ 31 വരെ മാത്രമേ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം ഇപ്പൊ തന്നിട്ടുള്ളൂ. ഇനി ചിലപ്പോൾ നീട്ടുമല്ലോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും 2026 ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
അതിന് അപേക്ഷ കൊടുക്കാൻ സമയമായി എന്ന് ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടാകും. ഈ ഇരിക്കുന്നവരിൽ തന്നെ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അക്കാര്യം ഒന്ന് ഉണർത്തുന്നു. ഹജ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ആരാധനയാണ്. എല്ലാവർക്കും അറിയാം. അതിന് കഴിവ് വേണം, സമ്പത്ത് വേണം, ആരോഗ്യം വേണം, മറ്റ് മാർഗദർശനങ്ങൾ ഇല്ലാതിരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ അത് നിർബന്ധമാണ്. വലില്ലാഹി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നുള്ളത് നമുക്ക് കാണാപ്പാഠമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരുങ്ങ. ഇപ്രാവശ്യം ഒരു സവിശേഷത കൂടി വായിക്കാൻ കഴിഞ്ഞു. അതായത് 40 ദിവസമാണ് സാധാരണയായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നത്. ഇപ്പോൾ 20 ദിവസത്തെ ഹിറസ്വ പാക്കേജും കൂടി ഉണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ 10,000 പേർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ വായിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സംവിധാനവും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും വളരെ നേരത്തെ തന്നെ അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അത് ഓൺലൈൻ മുഖേന മാത്രമേ കിട്ടുകയുള്ളൂ. 31-ാം തീയതിക്ക് മുമ്പ് അപേക്ഷിക്കണം എന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. നമ്മളുടെയൊക്കെ ഒരു ബാധ്യതയാണല്ലോ പരസ്പരം ഇതൊന്ന് ഉണർത്തുക എന്നുള്ളത്. അത് ചെയ്യുന്നു എന്ന് മാത്രം. മറ്റൊരു കാര്യം എനിക്ക് ഉണർത്താനുള്ളത്, ഈ ഷീയിസവും അതുപോലെ തന്നെ സയനിസവും, ഇത് രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ വളരെ വലുതാണ്. ഇത് പലപ്പോഴും നമ്മളാരും അതിന്റെ പുറംപൂച്ചു മാത്രമേ നമ്മൾ കാണാറുള്ളൂ. മറ്റൊന്നും നമ്മളെ പഠിക്കാറില്ല. അപ്പം ഇതിന് പഠിക്കാൻ ഉതകുന്ന ഒരവസ്ഥ ഇൻഷാ അല്ലാഹ് ഈ ഞായറാഴ്ച രാവിലെ 9:30 മണി മുതൽ 4 മണി വരെ നമ്മുടെ വൈറ്റിലയിലുള്ള സലഫി മസ്ജിദിൽ വെച്ച് ആഴത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം എന്ന് ഉണർത്തുകയാണ്. മൂന്നാമതൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കളക്ഷൻ നടത്തി. നമ്മുടെ ഈ സ്ഥാപനത്തിൽ അന്തേവാസിയായി വളർന്ന് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട നല്ല പ്രതികരണം അൽഹംദുലില്ലാ എല്ലാവരിൽ നിന്നും ഉണ്ടായി. പള്ളിയിൽ നിന്ന് ഓരോരുത്തരായി നിക്ഷേപിച്ച കളക്ഷന് പുറമെ 1000-ഉം 2000-ഉം 5000-ഉം 10,000-ഉം 25,000-ഉം 1,00,000 വരെ അതിലേക്ക് സംഭാവന ചെയ്ത സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെന്ത് ചെയ്തുവോ, എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് അതിന്റെ പൂർണ്ണമായ രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അത് സ്വീകരിച്ചുകൊണ്ട് ഇത്തരം സദഖകളിലൂടെ എന്ത് ഭൗതികവും ദുന്യവിയും മുഖറവിയുമായ കാര്യങ്ങളാണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അത് നേടിയെടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അത് നിമിത്തം ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, മാറാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഈ സന്മനസ്സിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ആ കളക്ഷൻ നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചു 35 ലക്ഷം രൂപയാണ് നമുക്ക് മൊത്തത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സമയത്ത്, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഈ പറയുന്ന സമയത്ത് ഷാഫിയുടെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടക്കുകയാണ്. എന്നുവെച്ചാൽ ഇന്ന് 12 മണിക്കാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അഡ്മിറ്റ് ആയിരുന്നു, പല രൂപത്തിലുള്ള ചികിത്സകൾ. ഇന്നലെ മകളെ അഡ്മിറ്റ് ചെയ്തു, മകളിൽ നിന്ന് അത് ശേഖരിച്ചു. മകൾ ഇന്ന് ഡിസ്ചാർജായി. അതിനുശേഷം ഇന്ന് ആ ചികിത്സ തുടങ്ങുകയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളിൽ നിന്നുണ്ടാകണം. കാരണം ഒരു ചെറുപ്പക്കാരനാണ്, ഒരു കുടുംബമാണ്. പൂർണ്ണ ആരോഗ്യം കിട്ടണം, ജീവിതം തിരിച്ചു കിട്ടണം, ആ കുടുംബത്തിന് അത്താണിയായി മാറണം. ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നടത്തുന്ന ആ ചികിത്സ പൂർണ്ണമായും അല്ലാഹു വിജയത്തിൽ എത്തിക്കുമാറാകട്ടെ. അതുമൂലം ഉണ്ടാകാവുന്ന പ്രയാസങ്ങളെ അതിജയിക്കാൻ ആ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള തീഷ്ണമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന സദഖകളിലൂടെയും അമലു സാലിഹുകളിലൂടെയും അള്ളാഹു അത് സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമാറാകട്ടെ. ഇക്കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്, അവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ രോഗങ്ങൾ പിടിപെട്ട് ശയ്യാവലംബികളായി വീടുകളിലും ആശുപത്രികളിലും കഴിച്ചു കൂട്ടുന്ന സഹോദരന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല
അവരുടെ രോഗങ്ങൾ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. വേദനകൾ അല്ലാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. നാം ഏവരെയും അല്ലാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين يا أرحم الراحمين. اللهم نجهم من الصهاينة الظالمين يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة